ഇൻഡിഗോ വിമാന സർവീസുകളുടെ പ്രതിസന്ധി കേരളത്തിലെ യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുകയായിരുന്നു. രാജ്യത്താകെയും അങ്ങനെയാണ് സ്ഥിതി. കേരളത്തിൽ നിന്നുള്ള 9 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. വിമാനങ്ങൾ വൈകി എത്തുന്നതും വലിയ പ്രതിസന്ധിയായി മാറിയിരുന്നു. വിമാനത്തിന്റെ സമയം മാറ്റൽ അറിയാതെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ പ്രതിഷേധിച്ചു. കൊച്ചി ടു ബാംഗ്ലൂരാണ് പോകേണ്ടത്. ഇതുവരെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കാലത്ത് 6:30 ഇവിടെ എത്തിയതാ. ഇപ്പൊ നമുക്ക് 8 ടിക്കറ്റ് ക്യാൻസലായി. പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ടിക്കറ്റും ക്യാൻസലായി. ഇന്ത്യ ഫ്ലൈറ്റ് ആണെങ്കിൽ അത് ലേറ്റ് ആണ്, ഇന്ന് ഉണ്ടാവില്ല എന്ന് പറയണ്ടേ. അങ്ങനെ ഒരു വിവരം തന്നില്ല. എന്നിട്ട് പറയും നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ പറയും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർ മണിക്കൂറുകളാണ് കാത്തിരുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള 5 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. 4 സർവീസുകൾ റദ്ദാക്കിയത് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയവരെ ദുരിതത്തിലാക്കി. ഇൻഡിഗോ വിമാനങ്ങളുടെ റദ്ദാക്കലും വൈകലും കേരളത്തിലെ യാത്രക്കാരെ വല്ലാതെ വലച്ചു. ഇൻഡിഗോന്റെ ശരിക്ക് ഫോൾട്ട് തന്നെയാണത്. കാരണം ഞങ്ങൾ 3 ഫ്ലൈറ്റ് ആസാമിലേക്ക് പോകേണ്ടത്. ഇന്ന് മോർണിംഗ് 10 o'clock ആണ് ഇൻഫർമേഷൻ തരുന്നത്. നമ്മൾക്ക് നാളെ ആഫ്റ്റർനൂൺ അവിടെ എത്തുന്നുള്ളൂ. I feel this is government problem. I mean, everybody knows that there is a problem, but the government should enter into and solve all these problems. ജീവനക്കാരുടെ അപര്യാപ്തതയും സാങ്കേതിക കാരണങ്ങളും പ്രതിസന്ധിയായെന്നാണ് ഇൻഡിഗോ എയർലൈൻസിന്റെ വിശദീകരണം. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട 4 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം ലഭിക്കാത്തതാണ് പലയിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമായത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈ, ഡൽഹി, ബംഗളൂരു സർവീസുകൾ റദ്ദാക്കിയതും ദമാമിലേക്കുള്ള വിമാനത്തിന്റെ സമയം വൈകിയതും പ്രതിസന്ധിയായി. രാവിലെ 9:55 പുറപ്പെടേണ്ട വിമാനം രാത്രി 7:15 പുറപ്പെടുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്നത് ഇൻഡിഗോ എയർലൈൻസ് ആണ്. പ്രശ്നത്തിനുടൻ പരിഹാരമാകില്ല എന്ന് പറയുമ്പോഴാണ് പ്രതിസന്ധിയുടെ വ്യാപ്തി നമുക്ക് വെളിവാകുന്നത്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത കേരളത്തിലെ യാത്രക്കാരെ ഇത് ചെറുതായല്ല ബാധിക്കുന്നത്. ടീം മാതൃഭൂമി ന്യൂസ്.